الحمد لله رب العالمين وبه نستعين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരങ്ങളെ, അൽഹംദുലില്ലാ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ കേട്ടതാണ്. ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് തൊട്ടടുത്ത രണ്ട് ക്ലാസ്സുകളിലൂടെ നമ്മൾ കേട്ടത്. അതിലൊന്ന് മഅരിഫത്തുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയുക, പഠിക്കുക. രണ്ടാമത്തേത് മഅരിഫത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പഠിക്കുക. അതിൽ മൂന്നാമതായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് മഅരിഫത്തു ദീനിൽ ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇറക്കി നൽകിയ ഈ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത്. നമുക്കറിയാം, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസിക്ക്, മുസ്ലിമിന് നിർബന്ധമാണ് എന്ന് പറഞ്ഞതാണ് ത്വലബുൽ ഇൽം. ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. എല്ലാ മുസ്ലിമിന്റെ മേലും ദീനീ വിജ്ഞാനം നിർബന്ധമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ഇവിടെ ദീനുമായി ബന്ധപ്പെട്ട് ഒരു വിശ്വാസി പല വിഷയങ്ങളും പഠിക്കുന്നുണ്ടായിരിക്കും, കേൾക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അടിസ്ഥാനപരമായി അവൻ അറിഞ്ഞിരിക്കേണ്ട പലതും അതിന്റെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാൻ പലപ്പോഴും അവസരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ നാം നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ, നിർബന്ധമായി മനസ്സിലാക്കിയിരിക്കേണ്ട വിശ്വാസപരമായ വിഷയങ്ങൾ, അതിലൊന്നാണ് മഅരിഫത്തു ദീനിൽ ഇസ്ലാം, ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആലു ഇംറാനിലെ 19-ാമത്തെ വചനത്തിലൂടെ പറയുന്നു, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. തീർച്ചയായും അള്ളാഹുവിന്റെ അടുക്കൽ ദീന് എന്നുള്ളത് അത് ഇസ്ലാമാണ്. അതുകൊണ്ട് തന്നെ ആ ഇസ്ലാമല്ലാത്ത വേറേതു മതവും ആര് സ്വീകരിച്ചാലും അത് അയാളിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. വിശുദ്ധ ഖുർആനിലൂടെ തന്നെ റബ്ബ് പറയുന്നു, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻ. ആരെങ്കിലും ഇസ്ലാമല്ലാത്ത ദീനിനെ സ്വീകരിച്ചാൽ അയാളിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുകയില്ല. മാത്രമല്ല വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അയാൾ നാളെ പരലോകത്ത് നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കും അകപ്പെടുക. നമുക്ക് മുൻപ് കഴിഞ്ഞു പോയിട്ടുള്ള പല സമുദായങ്ങളുമുണ്ട്. യഹൂദികളും നസാറാക്കളും മറ്റിതര സമുദായങ്ങളും ഒക്കെയുണ്ട്. അവർക്കൊക്കെയും ഇറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളും വേദങ്ങളും ഒക്കെയുണ്ട്. അവരിൽ വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തവരുമുണ്ട്. പക്ഷേ ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഈ ദീനുൽ ഇസ്ലാം അനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ളത്. ഇതിൽ ഇസ്ലാം എന്ന പദം രണ്ട് രൂപത്തിൽ, അല്ലെങ്കിൽ ഇസ്ലാം എന്നതിനെ ഉലമാക്കൾ രണ്ട് രൂപത്തിലാണ് വിശദീകരിക്കുന്നത്. ഒന്ന്
അൽ ഇസ്ലാം അൽ ആം, ആമായ ഇസ്ലാം. മറ്റൊന്ന് അൽ ഇസ്ലാം അൽ ഖാസ്, പ്രത്യേകമായ ഇസ്ലാം. ഭാഷാന്തരം ചെയ്യുമ്പോൾ ആമായത് ഖാസായത് അഥവാ പൊതുവായതും പ്രത്യേകമായതും എന്ന് പറയും. എന്തിനാണ് ഇങ്ങനെ വിച്ഛേദിച്ച് മനസ്സിലാക്കുന്നത്? അതിലൊന്നാമത്തേത് അൽ ഇസ്ലാം അൽ ആം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കന്മാരുടെ ആദ്യ നബിയായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ട് ഏതൊക്കെ നബിമാരെ നിയോഗിച്ചിട്ടുണ്ടോ, അയച്ചിട്ടുണ്ടോ, അവരൊക്കെയും പ്രബോധനം ചെയ്തതും പഠിപ്പിക്കപ്പെട്ടതുമെല്ലാം ഇസ്ലാമാണ്. ചിലപ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കളൊക്കെ പലപ്പോഴും പറയും, ഇസ്ലാം എന്നുള്ളത് 1400 വർഷങ്ങൾക്ക് മുൻപ് മാത്രം ഉണ്ടായിത്തീർന്നതല്ലേ, അതിനു മുൻപ് ഇവിടെ മതങ്ങളുണ്ടല്ലോ എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അതിനു മുൻപ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ട് ഏത് മതങ്ങളും ഏത് അമ്പിയാക്കന്മാരും അയക്കപ്പെട്ടതും പഠിപ്പിക്കപ്പെട്ടതും പഠിച്ചതുമെല്ലാം ഇസ്ലാം തന്നെയാണ്. അതാണ് അൽ ഇസ്ലാം അൽ ആം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലേക്കാണ് എല്ലാ മനുഷ്യന്മാരും ആദ്യകാലം മുതലേ ക്ഷണിക്കപ്പെടുന്നതും. സൂറത്ത് ആലു ഇമ്രാൻ 83-ാമത്തെ വചനത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ, അല്ലാഹുവിന്റേതല്ലാത്ത ഒരു മതമാണോ അവരാഗ്രഹിക്കുന്നത്? എന്നിട്ടോ വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ്, അവനെ വിധേയപ്പെട്ടിരിക്കുന്നു ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സർവരും ആ റബ്ബ് സുബ്ഹാനഹു വ തആലയെ വിധേയപ്പെട്ടിരിക്കുന്നു. തൗഅൻ വകറഹൻ, അത് അവരുടെ ഇഷ്ടപ്രകാരമോ നിർബന്ധിക്കപ്പെട്ട നിലയിലോ ഒക്കെ എല്ലാ ജീവജാലങ്ങളും അള്ളാഹുവിനെ വിധേയപ്പെട്ടിരിക്കുന്നു, കീഴ്പ്പെട്ടിരിക്കുന്നു. ഈ ലോകത്തുള്ള മുഴുവനും ഈ അർത്ഥത്തിൽ അവർ ഇസ്ലാം ആം എന്നതിന്റെ പരിധിയിൽപ്പെടുന്ന ആളുകളാണ്. പക്ഷേ ഇവിടെ രണ്ടാമതായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഖാസായ ഇസ്ലാം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹദീസുകളിൽ കാണാൻ സാധിക്കും, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നഫ്സ് ആരുടെ കയ്യിലാണോ അവരെ കൊണ്ട് സത്യം, ലാ യസ്മഉ ബി അഹദുൻ മിൻ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽപ്പെട്ട ഒരാളും എന്നെക്കുറിച്ച് കേൾക്കുന്നില്ല, യഹൂദിയുൻ വലാ നസ്രാനിയുൻ, അത് യഹൂദിയാവട്ടെ നസ്രാനിയാവട്ടെ, ആര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേൾക്കുന്നുണ്ടോ, സുമ്മ യമൂതു, പിന്നെ അയാൾ മരണപ്പെട്ടു പോകുന്നു. പക്ഷേ വലം യുഅ്മിൻ ബില്ലദീ ഉർസിൽതു ബിഹി, അയാൾ മരണപ്പെട്ടു പോകുന്നത് ഞാൻ ഏതൊരു കാര്യത്തെ കൊണ്ടാണോ അയക്കപ്പെട്ടത് അതിൽ വിശ്വസിക്കാതെയാണ്. അപ്പൊ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അയക്കപ്പെട്ട ഈ ദീനുൽ ഇസ്ലാം ഇന്ന് നാം വിശ്വസിച്ചു പോരുന്ന 1400 വർഷങ്ങളായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും താബിഈങ്ങളും തബഉ താബിഈങ്ങളും ഒക്കെ വിശ്വസിച്ച് ആചരിച്ചു പോരുന്ന ഈ ദീനുൽ ഇസ്ലാം, ഈ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് അതിലേക്ക് അയക്കപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് യഹൂദികളിൽപ്പെട്ട ഒരാൾ കേട്ടു, അല്ലെങ്കിൽ നസാറാക്കളിൽപ്പെട്ട ഒരാൾ കേട്ടു, പക്ഷേ അയാൾ വിശ്വസിച്ചില്ല. അങ്ങനെയെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇല്ലാ കാന മിൻ അസ്ഹാബിന്നാർ, അയാൾ നരകാവകാശിയാവാതിരിക്കുകയില്ല. അപ്പോ ഇവിടെ ഈ പറയപ്പെട്ട ഇസ്ലാം ഏതാണ്? അത് ഇസ്ലാം അൽ ഖാസാണ്, പ്രത്യേകമായ ഇസ്ലാമാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അതാണ് ഉലമാക്കൾ രണ്ടായി തരംതിരിക്കുന്നത്. ഒന്ന്, ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ട് ഏതൊക്കെ അമ്പിയാക്കന്മാർ അയക്കപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാം പ്രബോധനം ചെയ്തത് ഇസ്ലാമിലേക്ക് തന്നെയാണ്. എന്നാലോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്നും അയക്കപ്പെട്ടത് ഇസ്ലാം പറയാനാണ്. പക്ഷേ അത് തമ്മിലുള്ള വേർതിരിവ് ഉലമാക്കൾ പറഞ്ഞതുപോലെ അവരുടെയൊക്കെ അഖീദ ഒന്നാണ്, പക്ഷേ അവരുടെയൊക്കെ ഫിഖ്ഹിൽ കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ വിശ്വാസപരമായി അവരെല്ലാവരും
ഒരേ റബ്ബിൽ വിശ്വസിക്കുന്നവരാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല വിശ്വസിക്കണമെന്ന് നിർബന്ധമായി വിശ്വസിക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ കർമ്മ വിഷയങ്ങളിൽ അവർക്കിടയിൽ വേർതിരിവുണ്ടായിരിക്കും, വ്യത്യാസമുണ്ടായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അയക്കപ്പെട്ടു. ഇനി ആരൊക്കെ ഇവിടെ ജനിച്ചു വീഴുന്നുണ്ടോ അവരൊക്കെ വിശ്വസിക്കേണ്ടത് ഏത് മതത്തിലായിരിക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയക്കപ്പെട്ട ഈ ദീനുൽ ഇസ്ലാമിലായിരിക്കണം. ഏതെങ്കിലും മുൻകഴിഞ്ഞു പോയ സമുദായത്തിലേക്ക് അയക്കപ്പെട്ട ദൂതന്മാരുടെ ഏതെങ്കിലും ഒരു മതത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അയച്ചതാണല്ലോ, ഈ അമ്പിയാക്കന്മാരെയൊക്കെ റബ്ബന്നെ അയച്ചതാണല്ലോ, അതുകൊണ്ട് നമുക്ക് അവരെ മുറുകെ പിടിക്കാം, അതനുസരിച്ച് ജീവിക്കാം എന്ന് വിചാരിച്ചാലോ? ഈ പറഞ്ഞതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അയാൾ ആരുടെ കൂട്ടത്തിലായി തീരും? മിൻ അസ്ഹാബിൻ നാർ, നരകക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനെ വിശദീകരിക്കുന്ന ഹദീസാണ് നമുക്ക് കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലൗ കാന മൂസ ഹയ്യൻ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം എങ്ങാൻ ജീവിച്ചിരുന്നുവെങ്കിൽ, ബൈന അസ്ഹുരിക്കും, നിങ്ങൾക്കിടയിൽ അദ്ദേഹം ജീവിച്ചിരുന്നുവെങ്കിൽ, മാ ഹല്ല ലഹു ഇല്ലാ അൻ യത്തബിഅനി, എന്നെ പിൻപറ്റുക എന്നതല്ലാതെ അദ്ദേഹത്തിന് മറ്റൊന്നും അനുവദിക്കപ്പെടുമായിരുന്നില്ല. അപ്പൊ മൂസാ നബി അമ്പിയാക്കന്മാരിൽപ്പെട്ട ഉലുൽ അസ്മിൽപ്പെട്ട വലിയൊരു നബിയാണ്, വലിയ റസൂലാണ്. പക്ഷെ അദ്ദേഹം റസൂലിന്റെ കാലത്ത് ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം അടക്കം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണമായിരുന്നു എന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇന്ന് പല ആളുകളും ഈ രൂപത്തിൽ ഖുർആനിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട്, വിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ എടുത്തുകൊണ്ട് മുൻകഴിഞ്ഞു പോയ മതങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ വിശ്വസിച്ചാൽ മതി, അതനുസരിച്ച് ഒരു ഏകദൈവ വിശ്വാസിയായി തുടർന്നാൽ മതി എന്നൊക്കെ ജൽപ്പിച്ചു കൊടുക്കുന്ന ചില ആളുകളുണ്ട്. അപ്പോ അത് അത്യന്തം അപകടകരമായ വാദമാണ്. അതൊരിക്കലും ഇസ്ലാമിനോട് യോജിക്കുന്നതല്ല എന്നുള്ളതാണ് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമാണ് ഇസ്ലാം എന്നുള്ളത് ഏറ്റവും മൂല്യവത്തായ ഒന്നാണ്. അതുപോലെ തന്നെ ഏറ്റവും അധികം ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ ശരിയായ വശങ്ങളെ സംബന്ധിച്ച് ആളുകൾക്കിടയിൽ ആശങ്കയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നുകൂടെയാണ്. അതിനെ വിശദീകരിക്കുന്ന ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പോലെ, ബദഅൽ ഇസ്ലാമു ഗരീബൻ, ഇസ്ലാം ഗരീബായ നിലയിലാണ് ആരംഭിച്ചത്. എന്താ ഗരീബ് എന്ന് പറഞ്ഞാൽ? അപരിചിതമായിട്ടാണ് ആരംഭിച്ചത്. ഇസ്ലാം കടന്നു വരുന്ന സമയത്ത് ജാഹിലിയത്തിൽ ആളുകൾ ജീവിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോ അവർ അതിനെ നോക്കിക്കണ്ടത് അപരിചിതമായിട്ടായിരുന്നു, അവർക്ക് പരിചയമില്ലാത്ത ഒന്നായിട്ടായിരുന്നു. അതുകൊണ്ടാണ് അവരൊക്കെ അത്ഭുതത്തോടുകൂടെ ചോദിച്ചത്, എന്ത്, ഞങ്ങൾ ഈ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കണ്ട ദൈവങ്ങളെ, ഇക്കണ്ട ആരാധ്യന്മാരെയൊക്കെ ഒരൊറ്റ ഇലാഹാക്കണമെന്നാണോ മുഹമ്മദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹാദാ ലശൈഉൻ ഉജാബ്, ഇതൊരു വലിയ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പൊ പറഞ്ഞു വന്ന ആശയം, പറഞ്ഞു വന്ന വിശ്വാസം അവരെ അത്ഭുതപ്പെടുത്തി. കാരണം എന്താണ്? അതവർക്ക് ഗരീബാണ്, അതവർക്ക് വലിയ അപരിചിതമായ ഒരു കാര്യമാണ്. ചിന്തിച്ചു നോക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടടുത്ത ശേഷം എന്താ പറയുന്നത്? വസയഊദു കമാ ബദഅ, ഇത് ആരംഭിച്ചതുപോലെ തന്നെ മടക്കപ്പെടും. ഗരീബൻ ഫതൂബാ ലിൽ ഗുറബാ, ആ സമയത്ത് അപരിചിതർക്ക് മംഗളം. ഇതിന്റെ അപരിചിതത്വത്തിലേക്ക് മടങ്ങും. ഇന്ന് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവർ, അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് ചേർത്തി പറയുന്നവർ, ഇസ്ലാമായി പരിചയപ്പെടുത്തുന്ന പലതും ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ്. ഇന്ന് മീഡിയകളാവട്ടെ, സമൂഹമാവട്ടെ, ഇസ്ലാം എന്ന് പറയുമ്പോൾ പലപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളായിക്കൊള്ളട്ടെ, ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുന്ന പള്ളികളായിക്കൊള്ളട്ടെ, പലപ്പോഴും ദർഗകളായിരിക്കും, അല്ലെങ്കിൽ കയ്യിൽ ചരട് കെട്ടിയ ഒരാളെയായിരിക്കും. പല നിലക്കുള്ള ഈ തരത്തിലുള്ള ബിദ്അത്തുകളും ശിർക്കും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചു പുലർത്തുന്ന ആളുകളെ ആയിരിക്കും. ശരിയായ തൗഹീദിനെ ജനങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്ന മാധ്യമങ്ങൾ പോലുമില്ല, അല്ലെ? ജനങ്ങൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുത്താൽ
അത് പറഞ്ഞു കൊടുക്കുന്ന ആളുകളെ തീവ്രവാദവും മുദ്രകുത്തുകയും അല്ലെങ്കിൽ അതൊന്നും ശരിയായ ദീനല്ല എന്ന് പറയുകയും ഇവരൊക്കെ ഇവിടെയുള്ള മുസ്ലിമീങ്ങളെ മോശക്കാരാക്കാനും അവരെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാനും ഒക്കെയുള്ള പ്ലാനിങ്ങോടുകൂടെ കടന്നു വന്നവരാണെന്ന് പറയും. ഇങ്ങനെ ചിന്തിച്ചു നോക്കുക. ശരിയായ ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിനെ ശരിയായ രൂപത്തിൽ സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ ആളുകളുടെ പ്രതികരണമാണ്. ഇതിങ്ങനെ മടങ്ങുമെന്ന് ആരാ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അപ്പൊ ഈ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ശരിയായ രൂപത്തിൽ ഇസ്ലാമിനെ പഠിക്കുക, ശരിയായ രൂപത്തിൽ ഇസ്ലാമിനെ മനസ്സിലാക്കുക. എങ്ങനെയാണോ ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകിയത് അതുപോലെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇല്ല എങ്കിൽ അപകടത്തിൽ വീഴാൻ സാധ്യത എമ്പാടുമാണ്. പല നിലക്കും ആളുകളെ ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് ഇസ്ലാമിന്റെ വിശ്വാസമാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയും ഇസ്ലാമിന്റെ നേർവിപരീതമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ശരിയായ ഇസ്ലാം പഠിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ നിർബന്ധമായ ബാധ്യതയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തേത്, ഇസ്ലാമിന്റെ സവിശേഷതകൾ പരിചയപ്പെടുമ്പോ അത് പഠിക്കുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത്രത്തോളം മഹിതമായ, ഇത്രത്തോളം മേന്മയുള്ള മറ്റൊരു മതവും ഇന്നില്ല എന്ന് നമുക്ക് പഠിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഇസ്ലാമിന്റെ ഏറ്റവും മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ നമ്മൾ നോക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ ദീനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു നൽകി. ഇത് വലിയൊരു നിഅമത്താണ്. ഇതൊരു വലിയ നിഅമത്താണ്. ഒരു സത്യസന്ധതയോടുകൂടെ ദീൻ പഠിക്കണം, ദീൻ മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അവന്റെ മനസ്സിൽ കൊടുക്കുന്ന ആശ്വാസം ഈ ഹദീസ്, ഈ ആയത്ത് ചെറുതല്ല. നമ്മൾ മനസ്സിലാക്കണം. ഇതിലേക്ക് ഇനി ഒന്നും കൂട്ടിച്ചേർക്കാനോ വെട്ടിക്കുറക്കാനോ ഇല്ല. ഇത് പരിപൂർണമാക്കിയിരിക്കുന്നു എന്ന് കേൾക്കുന്ന ഒരു വിശ്വാസിക്ക്, സത്യസന്ധമായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അയാളുടെ മനസ്സിൽ വലിയ സന്തോഷമാണ് ഉണ്ടാക്കുന്നത്. ഇത് വലിയൊരു നിഅമത്താണ് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ നമുക്ക് പൂർത്തീകരിച്ചു നൽകി എന്നത് വലിയ നിഅമത്താണ് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് യഹൂദികളിൽപ്പെട്ട ഒരാൾ പറഞ്ഞത്, ഞങ്ങൾക്കെങ്ങാനും ഇങ്ങനെ ഒന്നുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളത് വലിയൊരു ആഘോഷ ദിവസമാക്കുമായിരുന്നു എന്ന് പറഞ്ഞത്. കാരണം എന്താണ്? അത് വലിയൊരു അനുഗ്രഹമാണ്, നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലെ, ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞില്ലേ, ഇന്നേ ദിവസം അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പൂർത്തീകരിക്കപ്പെട്ട ദിവസം എന്തൊക്കെ ദീനായിട്ടുണ്ടോ അതൊക്കെ ദീനാണ്, അതൊക്കെ ദീനുൽ ഇസ്ലാമാണ്. ഇതിന് ശേഷം ഇനി എന്തൊക്കെ ദീനായി പറയുന്നുണ്ടോ അതൊന്നും ദീനല്ല. വലിയൊരു നിഅമത്താണത്, വലിയൊരു നിഅമത്താണ്. നമ്മൾ ചിന്തിച്ചു നോക്കുക, ഇന്ന് വ്യത്യസ്തമായ മതസ്ഥർ അവരുടെ ദീനിനെ വളർത്താനും പ്രോത്സാഹിപ്പിക്കാനും അതിലേക്ക് ആളുകളെ ചേർക്കാനുമൊക്കെ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേക്കും എന്ത് ചെയ്യും? നിലംപരിശാവും. കാരണം എന്താ? എവിടെ നിങ്ങളുടെ അടുക്കൽ കൃത്യമായ പിൻബലം? എവിടെ? നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇന്ന് നിങ്ങളുടെ മതത്തിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആശയങ്ങളും വ്യത്യസ്തമായ വിശ്വാസങ്ങളുമൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സ്വാഭാവികമായിരിക്കും ഒരാൾക്കും മറുപടി. നേരെ മറിച്ച് നമ്മൾ നോക്കുക, ഇന്ന് ദീനുൽ ഇസ്ലാമിലേക്ക് ഏതൊരാൾ എന്തൊരു കാര്യം ചേർത്ത് പറഞ്ഞിട്ടുണ്ടോ നമുക്ക് നിസ്സംശയം പറയാം, ഇതൊന്നും ഇസ്ലാമല്ല, ഇതൊന്നും ഇസ്ലാമല്ല. ഇവിടെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന പലതും, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും ചേർത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പലതും ദീനുൽ ഇസ്ലാമല്ല. അതെന്തുകൊണ്ടാണ്? അതിനെ പൂർത്തീകരിച്ച് നൽകിയത് കൊണ്ടാണ്. അതിനെ പൂർത്തീകരിച്ച് നൽകിയില്ലായിരുന്നുവെങ്കിൽ ആർക്കും എന്തും ഇതിലേക്ക് ചേർക്കാം, ആർക്കും എന്തും ചേർക്കാം, എന്തും പറയാം. അപ്പൊ നമ്മളത് മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു വലിയ നിഅമത്താണ് ആ ദീനുൽ ഇസ്ലാം പൂർത്തീകരിച്ചു നൽകി എന്നുള്ളത്. മറ്റൊന്ന് സഹോദരങ്ങളെ, നമ്മൾ ദീനുൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വതമ്മത് കലിമതു റബ്ബിക സിദ്ഖൻ വഅദ്ല. നിന്റെ റബ്ബിന്റെ കലിമത്ത്, വചനം, അത് പൂർത്തിയായിരിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. സിദ്ഖൻ വഅദ്ല, സത്യസന്ധമായ നിലയിലും നീതിയുക്തമായും. എന്നിട്ട് ശേഷം വിശുദ്ധ ഖുർആനിൽ റബ്ബ് പറയുന്നു, ലാ മുബദ്ദില ലികലിമാതിഹി വഹുവസ് സമീഉൽ അലീം. റബ്ബിന്റെ കലിമാത്തുകളെ മാറ്റിക്കളയാൻ ഒരാൾക്കും സാധിക്കുകയില്ല. നമ്മൾ ഈ ആയത്ത് കേൾക്കുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇവിടെ
റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വചനം പൂർത്തിയായിരിക്കുന്നു, അഥവാ ദീനുൽ ഇസ്ലാം പൂർത്തിയായിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ രണ്ട് പ്രത്യേകതകളാണ് അവിടെ പറഞ്ഞത്. സിദ്ഖൻ വ അദ്ല, സത്യസന്ധമായും അദ്ലായും. ഇത് ദീനുൽ ഇസ്ലാമിന്റെ വലിയൊരു പ്രത്യേകതയാണ്. എന്ന് പറഞ്ഞാൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏതൊരു കാര്യവും അത് സത്യസന്ധമാണ്. അത് സത്യസന്ധമാണ്. അതിനൊരു കള്ളത്തരമോ പൊള്ളത്തരമോ ഒന്നുമില്ല. അതുപോലെ തന്നെ അതിന്റെ അഹ്കാമുകളുമെല്ലാം അത് അദ്ലാണ്, നീതിയുക്തമാണ്. നീതിയുക്തമാണ്. അതാണ് പണ്ഡിതന്മാർ പറയുന്നത്. സിദ്ഖ് എന്ന് പറഞ്ഞാൽ വിശ്വാസ രംഗത്ത്, അദ്ല് എന്ന് പറഞ്ഞാൽ അത് അഹ്കാമിന്റെ രംഗത്ത്. രണ്ട് നിലക്കും നീതിയുക്തവുമാണ്, സത്യസന്ധവുമാണ്. ഇത് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഇസ്ലാമിലേക്ക് ഏതെങ്കിലും തരത്തിൽ അനീതി കൂട്ടിച്ചേർക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അറിവില്ലായ്മ കൊണ്ട് പലർക്കും പലതും പറയാം. ഇസ്ലാമിന്റെ അനന്തരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ മറ്റേതെങ്കിലും കാര്യങ്ങൾ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അവരുടെ സ്വാതന്ത്ര്യം, മറ്റ് പലതും അറിവില്ലായ്മ കൊണ്ട് കൂട്ടിച്ചേർക്കാനും അനീതിയാണെന്ന് പറയാനും സാധിക്കും. പക്ഷേ ശരിയായ രൂപത്തിൽ പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും അതിൽ യാതൊരു തരത്തിലും അനീതിയില്ല എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തേത്, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ മഹത്തരമായ അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ ദീനുൽ ഇസ്ലാമിലേക്ക് നയിച്ചു എന്നുള്ളത്. അത് നമ്മളുടെ വലിയ കഴിവ് കൊണ്ടോ മികവ് കൊണ്ടോ നമ്മൾ നേടിയെടുത്തതാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട് എങ്കിൽ, എന്ന് വിചാരിച്ചിട്ടുണ്ട് എങ്കിൽ, അത് നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള ഏറ്റവും വലിയൊരു അബദ്ധമാണ്. നമ്മൾ മനസ്സിലാക്കുക, റബ്ബ് നൽകിയ അപാരമായ നിഅമത്താണ്, അപാരമായ ഒരു അനുഗ്രഹമാണ്. റബ്ബ് പറഞ്ഞില്ലേ, വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് പറയണം, യമുന്നൂന അലൈക അൻ അസ്ലമു. ചില ആളുകൾ പറഞ്ഞു, ഞങ്ങൾ മുസ്ലിമീങ്ങളായിട്ടുണ്ട്, അവരെന്തോ വലിയ കാര്യം റബ്ബിന് വേണ്ടി ചെയ്തു എന്നുള്ള നിലക്കാണ് ഈ പറയുന്നത്. ഞങ്ങൾ മുസ്ലിമീങ്ങളായിട്ടുണ്ട് എന്നവർ വലിയ കാര്യത്തോടുകൂടെ പറയണം. എന്തോ ഒരു ദാക്ഷിണ്യം രൂപത്തിൽ അവർ പറയണം. ആ സമയത്ത് റബ്ബിന്റെ മറുപടി നോക്കുക, ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും. നിങ്ങൾക്ക് നൽകപ്പെട്ട ഇസ്ലാമിനെ എടുത്തു പറഞ്ഞുകൊണ്ട് നിങ്ങൾ അത് ചെയ്തു എന്നതുകൊണ്ട് വലിയ എന്തോ സംഭവമായി എന്ന് നിങ്ങൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല. മറിച്ച് ബലില്ലാഹു യമുന്നു അലൈക്കും, റബ്ബാണ് നിങ്ങൾക്ക് ഈ അനുഗ്രഹം നൽകിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിങ്ങളെ ഈ സത്യത്തിലേക്ക് വഴി നടത്തി നിങ്ങൾക്ക് ഈ അനുഗ്രഹം നൽകിയത്. അല്ലാണ്ട് നിങ്ങളിത് ഇസ്ലാം സ്വീകരിച്ചു, അതിന്റെ പേരിൽ എന്തോ ഇസ്ലാമിന് വലിയ നേട്ടമുണ്ടായിട്ടുണ്ട്, കുറെ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ഇസ്ലാമിന് വലിയ നേട്ടമുണ്ടായി. ഒരിക്കലുമല്ല. ഇസ്ലാമിന് നേട്ടവും കോട്ടമൊക്കെ അത് അല്ലാഹുവിന്റെ കൈകളിലാണ്. അത് അല്ലാഹുവിനറിയാം എങ്ങനെ നിലനിർത്തണം, എങ്ങനെ നിൽക്കും കൃത്യമായി റബ്ബിനറിയാം. നേരെ മറിച്ച് നമ്മളെ ഇതിലേക്ക് റബ്ബ് നയിച്ചു എന്നത് അത് അല്ലാഹു നമുക്ക് നൽകിയ നിഅമത്താണ്. അത് നമ്മൾ തിരിച്ചറിയേണ്ടത്. റബ്ബ് നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ഈ ഇസ്ലാമിലേക്ക് റബ്ബ് നമ്മളെ നയിച്ചു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ആദ്യം പറഞ്ഞതിലേക്ക് മടങ്ങുകയാണ്. അഥവാ ഇത് പഠിക്കാൻ കൂടുതൽ നമ്മൾ താല്പര്യം കാണിക്കുകയും മനസ്സിലാക്കാൻ കൂടുതൽ നമ്മൾ താല്പര്യം കാണിക്കുകയും ചെയ്യണം എന്നതിന്റെ മറ്റൊരു വശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നമുക്ക് നൽകിയ അനുഗ്രഹമാണെന്നുള്ള തിരിച്ചറിവ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, വ ആമിനു ബിറസൂലിഹി, നിങ്ങൾ നിങ്ങളുടെ റസൂലിൽ വിശ്വസിക്കുകയും ചെയ്യണം. അങ്ങനെയെങ്കിലോ യുക്തികും കിഫ്ലൈനി മിൻ റഹ്മതിഹി, അവന്റെ റഹ്മത്തിൽ നിന്ന് 2 കിഫ്ല് ഇങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഇത് റബ്ബ് നമ്മൾ വിശ്വാസം സ്വീകരിച്ചാൽ നമുക്ക് നൽകുന്ന അനുഗ്രഹത്തെ സംബന്ധിച്ച് പറയും. ദീനുൽ ഇസ്ലാം നമ്മൾ സ്വീകരിച്ചാൽ റബ്ബ് നമുക്ക് നൽകുന്ന അനുഗ്രഹത്തെ കുറിച്ച് പറയും. നമുക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് 2 വിഹിതം, 2 കിഫ്ല് അവൻ നമുക്ക് നൽകും. വയജ്അൽ ലക്കും നൂറൻ, അവൻ നിങ്ങൾക്ക് ഒരു പ്രകാശത്തെ നിങ്ങളുടെ മുൻപിൽ വെച്ചു നൽകും. എന്നിട്ടോ തംശൂന ബിഹി, ആ പ്രകാശവുമായി നിങ്ങൾക്ക് മുന്നോട്ട് ചരിക്കാം. നമ്മൾ തപ്പിത്തടഞ്ഞു വീഴേണ്ട അവസ്ഥ ഒന്നും ഉണ്ടാവൂല. ഏതു പ്രതിസന്ധിയിലും ഏതു പ്രയാസത്തിലും ഈ ദീനുൽ ഇസ്ലാമിനെ നമ്മൾ മുറുകെ പിടിച്ചോ, നമുക്കൊരു പതർച്ചയുമില്ലാതെ ഒരു പ്രയാസവുമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇത് ആര് നൽകിയ അനുഗ്രഹമാണ്? ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനുൽ ഇസ്ലാമിനെ മുറുകെ പിടിക്കുമ്പോൾ നമുക്ക് തരുന്നതാണ്. വയഗ്ഫിർ ലക്കും, മറ്റൊരു അനുഗ്രഹം,
നിങ്ങളുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു നൽകും. വല്ലാഹു ഗഫൂറുൻ റഹീം, അള്ളാഹു എല്ലാം പൊറുക്കുന്നവനാണ്, അങ്ങേയറ്റം കരുണ ചൊരിഞ്ഞു നൽകുന്നവനാണ്. അപ്പൊ സഹോദരങ്ങളെ, ദീനുൽ ഇസ്ലാം അത് മുറുകെ പിടിച്ചാൽ, അത് നമ്മളുടെ ജീവിതത്തിൽ പാലിച്ചാൽ നമുക്ക് കിട്ടുന്ന വലിയ അനുഗ്രഹമാണ്. മാത്രമല്ല, നമ്മൾ ഈ സദസ്സിൽ യഥാർത്ഥത്തിൽ ഇതൊക്കെ പറയുമ്പോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോ നമ്മൾ അതിന്റെ പ്രാധാന്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സ്വഹാബത്തൊക്കെ ഇങ്ങനെ ഒരുമിച്ച് ഒരു ഹൽക്ക പോലെ ഇരിക്കുകയാണ്. ആ സമയത്ത് റസൂൽ അവരുടെ ഇടയ്ക്ക് കടന്നു ചെല്ലുമ്പോ അവര് പല കാര്യങ്ങളും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റസൂൽ അവരോട് ചോദിച്ചു, മാ അജ്ലസക്കും, നിങ്ങൾ എന്താ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരുന്ന് ചർച്ച ചെയ്യുന്നത് എന്താണ്? അവരുടെ മറുപടി ഹദീസിൽ കാണാം, ജലസ്ന നദ്കുറുല്ലാഹ വനഹ്മദുഹു അലാ മാ ഹദാന ലിൽ ഇസ്ലാം. അള്ളാഹു നമ്മളെ ഇസ്ലാമിലേക്ക് നയിച്ചല്ലോ, ആ കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങൾ ഇങ്ങനെ അനുസ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. റബ്ബ് നമുക്ക് നൽകിയ ആ വിലപ്പെട്ട അനുഗ്രഹം, ആ മഹത്തരമായ അനുഗ്രഹം, അതിനെ സംബന്ധിച്ച് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് ഞങ്ങൾ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. റബ്ബ് നമുക്കിത് നൽകിയതിനെ സംബന്ധിച്ച് ഞങ്ങൾ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അല്ലാഹി മാ അജ്ലസകും ഇല്ലാ ദാക്, അള്ളാഹുവാണ് സത്യം, നിങ്ങൾ ഇതിനു വേണ്ടി മാത്രമാണോ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്? ഈ ഒരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്? ആ സമയത്ത് സ്വഹാബത്ത് പറഞ്ഞു, അതെ, ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ടാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അമാ ഇന്നി ലം അസ്തഹ്ലിഫ്കും തുഹ്മതൻ ലക്കും, ഞാൻ നിങ്ങളോട് വീണ്ടും ചോദിച്ചല്ലോ, നിങ്ങൾ ഇതിനു വേണ്ടി മാത്രമാണോ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്ന് ചോദിച്ചല്ലോ. അത് ഞാൻ നിങ്ങളെ കളവാക്കി ചോദിച്ചതല്ല, നിങ്ങൾ പറഞ്ഞത് നുണയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ചോദിച്ചതല്ല, മറിച്ച് ഒരു അത്ഭുതകരമായ സംഭവമുണ്ടായി. വലാകിൻ അതാനി ജിബ്രീലു ഫഅഖ്ബറനി, ജിബ്രീൽ എന്റെ അടുക്കൽ വന്നിരുന്നു, എന്നിട്ട് എന്നോട് പറഞ്ഞു, അന്നല്ലാഹ അസ്സ വജല്ല യുബാഹി ബികുമുൽ മലായിക, റബ്ബ് സുബ്ഹാനഹു വ തആല വാനലോകത്ത്, ആകാശലോകത്ത് അവന്റെ മലായിക്കത്തീങ്ങളോട് ഈ വട്ടം കൂടിയിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പുകഴ്ത്തി പറഞ്ഞു എന്ന് ജിബ്രീൽ എന്നെ വന്ന് അറിയിക്കുകയുണ്ടായി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമ്മൾ ചെറിയൊരു സദസ്സ് ഒരുമിച്ച് കൂടിയിരുന്ന് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചും അതിൽ ലഭിക്കുന്ന മഹത്തരമായ അനുഗ്രഹത്തെക്കുറിച്ചുമൊക്കെ പറയുക എന്നുള്ളത് അള്ളാഹു നമ്മളെ പുകഴ്ത്തി പറയാൻ, റബ്ബിന്റെ ആ മഹത്തരമായ സവിധത്തിൽ സന്നിധാനത്തിൽ നമ്മളെ സംബന്ധിച്ച് പുകഴ്ത്തി പറയാൻ കാരണമാകുന്ന ഒന്നാണ്. ചിന്തിച്ചു നോക്കുക, റബ്ബിന്റെ ഈ മതത്തെക്കുറിച്ചൊന്ന് പരസ്പരം ചർച്ച ചെയ്യുകയും അതൊന്ന് പരസ്പരം പങ്കുവെക്കുകയും ചെയ്താൽ റബ്ബ് നമ്മളെ കുറിച്ച് അവിടെ പുകഴ്ത്തി പറയുമെങ്കിൽ ഈ ദീൻ ശരിയായ രൂപത്തിൽ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും അത് ജനങ്ങളിലേക്ക് ദഅവത്ത് നടത്തുകയും ചെയ്താൽ റബ്ബിന് നമ്മുടെ അടുക്കൽ എത്ര വലിയ സ്ഥാനം ഉണ്ടാവും? ചിന്തിച്ചു നോക്കാം നമ്മൾ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ റബ്ബിന്റെ ഒരു അനുഗ്രഹത്തെ ഒന്ന് സ്മരിച്ചു എന്നതിന്റെ പേരിൽ റബ്ബ് നമ്മളെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, ഈ ദീൻ പഠിക്കാൻ നമ്മൾ മാറിയിരുന്നാൽ, ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ മാറിയിരുന്നാൽ, ഇതിനെ സംബന്ധിച്ച് പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറായാൽ വലിയ പ്രതിഫലമാണ് നമുക്ക് അതിലൂടെ ലഭിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല, മുശ്രിക്കീങ്ങൾ പലരും അവരൊക്കെ ആഗ്രഹിക്കുന്നത്, യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് പറയും, വദ്ദൂ ലൗ തക്ഫുറൂന കമാ കഫറു ഫതകൂനൂന സവാഅ, അവരൊക്കെ കൊതിച്ചു പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളും ഒന്ന് അവിശ്വാസികളായി തീരണം, നിങ്ങളും ഈ വിശ്വാസത്തിൽ നിന്നൊന്ന് വ്യതിചലിച്ച് അവരുടെ കൂടെ ഒന്ന് കൂടിച്ചേരണം, അങ്ങനെ പരസ്പരം കുഫാറുകളായി ഇവിടെ ജീവിക്കണം എന്നിങ്ങനെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനുള്ള പണികൾ പലതും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള പല പണികളുമാണ് മീഡിയകളിലൂടെയും പലതരത്തിലുള്ള യുക്തിവാദ ക്ലാസുകളിലൂടെയും സംസാരങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെ എങ്ങനെ താഴ്ത്തിക്കെട്ടാം, എങ്ങനെ തകർക്കാം, ഇസ്ലാമിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിശ്വാസങ്ങളെയും എങ്ങനെ നശിപ്പിക്കാം എന്നുള്ളതിനെ പണിയൊക്കെ എടുക്കണം. കാരണം എന്താ, അവരെയും ഇസ്ലാമിലേക്ക് കടന്നു പോകുന്ന ആൾക്കാരെയും ഒന്ന് വ്യതിചലിപ്പിച്ച് ഇതിലേക്കൊന്ന് കടന്നു വന്ന് അവരുടെ കൂടെ കൂടണമെന്നായിരിക്കും അവർ ആഗ്രഹിക്കുക. എത്രത്തോളം എന്നറിയുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നു, വലാ യസാലൂന യുഖാതിലൂനകും ഹത്താ യറുദ്ദൂകും അൻ ദീനികും, മുശ്രിക്കീങ്ങളായ കുഫാറുകളായ ആളുകൾ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും, നിങ്ങളിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. ഏതുവരെ? ഹത്താ യറുദ്ദൂകും അൻ ദീനികും, നിങ്ങളുടെ ദീനിനെ തൊട്ട് നിങ്ങളെ വ്യതിചലിപ്പിക്കുന്നത് വരെ, നിങ്ങളെ ദീനിനെ തൊട്ട് വ്യതിചലിപ്പിക്കുന്നത് വരെ
അവർ നിങ്ങളുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിന്റെ വ്യത്യസ്തമായ രൂപങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നേർക്കുനേരെ ഉള്ളതായിരിക്കും, ചിലപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വിശ്വാസങ്ങളെ വ്യതിചലിപ്പിക്കുന്ന തരത്തിലുള്ള പല ചിന്താഗതികളും ആളുകളിലേക്ക് കുത്തിനിറച്ചുകൊണ്ടായിരിക്കും. പലതും ഇസ്ലാമിനെ മോശമാക്കി ചിത്രീകരിക്കാൻ അത് ഏതൊക്കെ മേഖലകളിലൂടെ അവർക്ക് കൈകടത്തലുകൾ ഏർപ്പെടുത്താൻ സാധിക്കും, അതിനൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കണം സഹോദരങ്ങൾ. അതുകൊണ്ട് ഈ ദീനുൽ ഇസ്ലാമിനെ കൃത്യമായ രൂപത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് അറിയാലോ, ആദ്യം മഅരിഫത്തുള്ള മനസ്സിലാക്കി, പിന്നെ മഅരിഫത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി, പിന്നെ മഅരിഫത്തു ദീനുൽ ഇസ്ലാമാണ്. ഈ മഅരിഫത്തു ദീനുൽ ഇസ്ലാമിനെ മഹാനായ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം എന്താണ് ദീനുൽ ഇസ്ലാം എന്ന് വിശദീകരിക്കുന്നിടത്ത് പറയുന്നതായി കാണാൻ സാധിക്കും. വഹുവ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, തൗഹീദ് കൊണ്ട് അള്ളാഹുവിന് വിധേയപ്പെടുക. അതാണ് നമ്മൾ ആദ്യ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഫസ്റ്റ് ക്ലാസ്സിൽ റബ്ബിനെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തു. അതാണ് ഒരാൾ മുസ്ലിം ആവുക, ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ തൗഹീദിലൂടെ റബ്ബിന് വിധേയപ്പെടുക. റബ്ബിൽ യാതൊരു നിലക്കും ഇബാദത്തിന്റെ ഇനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരിനം റബ്ബിന് പുറമെയുള്ളവർക്ക് വകവെച്ചു കൊടുക്കാനോ, റബ്ബിന്റെ വിശേഷണങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിശേഷണം റബ്ബല്ലാത്തവർക്ക് വകവെച്ചു കൊടുക്കാനോ തയ്യാറായാൽ അയാൾ ഈ തൗഹീദിൽ നിന്ന് പുറത്താണ്. അപ്പൊ അതാണ് ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, റബ്ബിന് ഈ തൗഹീദ് കൊണ്ട് വിധേയപ്പെടുക എന്നതാണ്. രണ്ടാമത്തേത് വൽ ഇൻഖിയാദു ലഹു ബിത്താഅ, അനുസരണം കൊണ്ട് റബ്ബിന് വിധേയപ്പെടുക. ഒരാൾ വിശ്വാസങ്ങളൊക്കെ കൃത്യമാക്കി റബ്ബിനെ ആരാധിക്കണം, റബ്ബിനെ മാത്രമേ വിശ്വസിക്കാവൂ എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ അയാൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ആ റബ്ബിനെ അനുസരിക്കുക, ആ റബ്ബ് പറഞ്ഞ കൽപ്പനകളെല്ലാം യഥാവിധി പാലിക്കുക എന്നുള്ളത്. മൂന്നാമത് വൽ ബറാഅതു മിനശ്ശിർക്കി വഅഹ്ലിഹി, ശിർക്കിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും അകന്നു നിൽക്കുക എന്നുള്ളത്. ഇത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. ഇത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസം നിലനിർത്താനും അതിലേക്ക് ആശയക്കുഴപ്പങ്ങളും പ്രശ്നങ്ങളും കടന്നു വരാതിരിക്കാനും അവന്റെ ദീനിനെ സംരക്ഷിക്കേണ്ടതുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം കൂടെയാണ്. അഥവാ ഷിർക്കിൽ നിന്ന് വിട്ടകന്നു നിൽക്കുക. ഒരാൾ തൗഹീദ് സ്വീകരിച്ചു, ഇനി അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണെന്ത്, ഷിർക്കിനെ കുറിച്ച് പഠിക്കുകയും അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുക. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട് ജീവിതം നയിക്കുന്ന, അതിനെ സ്നേഹിക്കുന്ന ഷിർക്കിന്റെ ആളുകളുമായി ആത്മബന്ധം വെച്ചു പുലർത്തുകയും അങ്ങനെ അവരോട് പ്രത്യേകമായി ഇണക്കമുണ്ടാകുകയും ചെയ്താൽ എന്ത് സംഭവിക്കും? മെല്ലെ അവരുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളും നമ്മളിലേക്ക് കടന്നു വന്നേക്കും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് ഷിർക്കിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും ബറാഅത്ത് രേഖപ്പെടുത്തുക എന്ന് ഉലമാക്കൾ പറയുന്നത്. ഇത് മൂന്നും അടിസ്ഥാനപരമായ വിഷയങ്ങളായിട്ടാണ് പണ്ഡിതന്മാർ വിശദീകരിച്ച് നൽകുന്നത്. മൂന്ന് കാര്യങ്ങളാണ്. അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, അതുപോലെ തന്നെ വൽ ഇൻഖിയാദു ലഹു ബിത്താഅ, വൽ ബറാഅതു മിനശ്ശിർക്കി വഅഹ്ലിഹി. ഇത് മൂന്നുമാണ് ഇസ്ലാം എന്നതിന്റെ ഏറ്റവും ചുരുങ്ങിയ വിശദീകരണമെന്ന് ഉലമാക്കൾ പറയുകയാണ്. ഇനി സഹോദരങ്ങളെ, അതിന്റെ മറാത്തിബുകളെ സംബന്ധിച്ച്, ഇസ്ലാമിന്റെ മറാത്തിബുകളെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറാത്തിബുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഘട്ടങ്ങൾ. അഥവാ ഒരു മനുഷ്യൻ അടിസ്ഥാനപരമായി അവൻ മുസ്ലിമായി തീരുന്നു. മുസ്ലിമാവുന്നതോടൊപ്പം തന്നെ അതിന്റെ തൊട്ടുമുകളിലുള്ള മുഅ്മിൻ എന്ന ദറജയിലേക്ക് അവൻ ഉയർത്തപ്പെടുന്നു. അതിനുശേഷം അവൻ മുഹ്സിൻ എന്ന ദറജയിലേക്ക് ഉയർത്തപ്പെടുന്നു. ഇത് മൂന്നും ഇസ്ലാമിന്റെ മൂന്ന് ഘട്ടങ്ങളാണ്, മർത്തബകളായിട്ടാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കപ്പെട്ടത്. അപ്പൊ ഈ മൂന്ന് മർത്തബകളെ സംബന്ധിച്ച് മനസ്സിലാക്കണം. ഇവിടെ ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ, ഇങ്ങനെ മൂന്ന് മർത്തബകളാണ്. നമ്മളൊക്കെ ഒരുപക്ഷെ ഹദീസ് ജിബ്രീൽ കേട്ടിട്ടുണ്ടായിരിക്കും. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഈ മൂന്ന് ചോദ്യങ്ങൾ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്. എന്താണ് ഈമാൻ, എന്താണ് ഇസ്ലാം, എന്താണ് ഈമാൻ, എന്താണ് ഇഹ്സാൻ? ആ സമയത്ത് ഇസ്ലാം എന്ത് എന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മറുപടി കൊടുക്കുന്നത് എന്താണ്? 5 ഇസ്ലാമിക കാര്യങ്ങളെ സംബന്ധിച്ചാണ്. ഏതൊക്കെയാണ്? ഒന്ന്,
ഷഹാദത്ത് അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, രണ്ടാമത്തേത് വ ഇഖാമിസ് സ്വലാ, മൂന്നാമത്തേത് വ ഈതാഇസ് സക്കാ, അതുപോലെ തന്നെ നാലാമത്തേത് വ സൗമി റമദാൻ, അഞ്ചാമത്തേത് വ ഹജ്ജിൽ ബൈത്ത്. ഈ 5 കാര്യങ്ങളാണ് ഇസ്ലാം എന്ന് പറയുമ്പോൾ ഈ 5 കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുക. ഇതാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ മർത്തബ. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നത് അത് വാഹിറായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ പറയാൻ കാരണം, നമ്മളുടെ പ്രകടമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഈ പറയപ്പെട്ട കാര്യങ്ങൾ. ഇനിയോ അടുത്തത് അൽ ഈമാനാണ്. ഈമാൻ നമുക്കറിയാം 6 കാര്യങ്ങളാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം, അൽ ഈമാനു ബില്ലാഹ്, അതുപോലെ തന്നെ വ മലായികത്തിഹി, അവന്റെ മലായികത്യങ്ങളിൽ വിശ്വസിക്കുക, വ കുതുബിഹി, വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക, വ റുസുലിഹി, റബ്ബിന്റെ ദൂതന്മാരിൽ വിശ്വസിക്കുക, വൽ ഈമാൻ ബിൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിൽ വിശ്വസിക്കുക, വൽ ഈമാൻ ബിൽ ഖദർ ഖൈരിഹി, വിധിവിശ്വാസം അഥവാ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക. ഈ 6 കാര്യങ്ങളാണ് ഈമാനിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, ഈമാൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ രണ്ടാമത്തെ മർത്തബയായ ഈമാൻ എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട 6 കാര്യങ്ങൾ. നമ്മൾ വളരെ ചുരുക്കി സമയം കുറവുള്ളത് കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകുന്നതാണ്. ഈ 6 കാര്യങ്ങളാണ് രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇസ്ലാം, നമ്മൾ അതിന്റെ വ്യത്യാസം ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഇസ്ലാമിൽ ഉൾപ്പെട്ടുള്ള കാര്യങ്ങൾ കർമ്മപരമായ വിഷയങ്ങളാണ്, വാഹിറായ പ്രകടമായ പ്രത്യക്ഷമായി പ്രവർത്തിക്കേണ്ട വിഷയങ്ങളാണ്. ഈമാനിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ആന്തരികമായി ബാത്തിനായ വിശ്വാസപരമായ വിഷയങ്ങളാണ് ഈമാനിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. ഇനിയോ അതിന്റെ അവസാനത്തേത് ഇഹ്സാനാണ്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട് എന്താണ് ഇഹ്സാൻ എന്ന്. വഹുവ അൻ തഅബുദല്ലാഹ്, നീ അല്ലാഹുവിനെ ആരാധിക്കലാണ്. കഅന്നക തറാഹ്, അവനെ കാണുന്നത് പോലെ. ഫഇൻ ലം തകുൻ തറാഹ്, ചിലപ്പോൾ നിനക്ക് അവനെ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക്, ആ റബ്ബ് നിന്നെ കാണുന്നുണ്ട്. അപ്പോ ഏത് പ്രവർത്തനങ്ങളിലും, നമ്മളുടെ ഏത് കാര്യങ്ങളിലും റബ്ബിനെ ഈ രൂപത്തിൽ നമുക്ക് ആരാധിക്കാൻ സാധിക്കുക. ഇതാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ. നമുക്ക് ചിന്തിച്ചാൽ തന്നെ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഇടയിൽ തന്നെ കേവലം 3 മർത്തബകൾ, അഥവാ 3 മർത്തബകൾ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒന്നിനേക്കാൾ മികച്ചതാണ്, അതിനേക്കാൾ മികച്ചതാണ് അടുത്തത്, അല്ലെ? മുസ്ലിം ആവുക എന്നതിനേക്കാൾ മികച്ചതാണ് മുഅ്മിനാവുക എന്ന് പറഞ്ഞാൽ. മുഅ്മിനാവുക എന്ന് പറഞ്ഞാൽ മുഅ്മിനാവുന്നതിനേക്കാൾ മികച്ചതാണ് മുഹ്സിനാവുക എന്ന് പറഞ്ഞാൽ. അപ്പൊ ഒരു മുസ്ലിമും മുഅ്മിനും അവർ രണ്ടുപേരും ഒരേ ദറജയിലല്ല. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഷഹാദത്ത് കലിമ ചൊല്ലുകയും പ്രകടമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഏതൊരാളെയും നമ്മൾ മുസ്ലിമാണെന്ന് പറയും. നേരെ മറിച്ച് മുഅ്മിനാവണമെങ്കിൽ അതിന്റെ അടുത്ത ദറജയാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാര് പറയുന്നത് എല്ലാ മുഅ്മിനും മുസ്ലിമാണ്, പക്ഷെ എല്ലാ മുസ്ലിമും മുഅ്മിനല്ല. നമ്മൾ റസൂലുമായി ബന്ധപ്പെട്ട് പറയുന്നത് പോലെ എല്ലാ റസൂലും നബിയാണ്, എല്ലാ നബിയും റസൂലല്ല എന്ന് പറയുന്നത് പോലെ എല്ലാ മുഅ്മിനും മുസ്ലിമാണ്, എല്ലാ മുസ്ലിമും മുഅ്മിനല്ല. കാരണം മുഅ്മിൻ എന്നുള്ളത് മുസ്ലിമിന്റെ ദറജയ്ക്ക് തൊട്ട് മുകളിലുള്ള ദറജയാണ്. കേവലം പ്രകടമായ പ്രവർത്തനങ്ങളിൽ മാത്രം പരിമിതപ്പെടുക എന്നുള്ളതല്ല, മറിച്ച് ദൃഢമായ വിശ്വാസം അവനിലേക്ക് ഉൾച്ചേരുമ്പോഴാണ് അവൻ ശരിയായ വിശ്വാസത്തിലേക്ക് അവൻ ഉയരുകയും മുഅ്മിനായി തീരുകയും ചെയ്യുന്നത്. ഇനി അതിനും മുകളിലാണ് മുഹ്സിൻ എന്നുള്ള ദറജ. നമ്മൾ ചിന്തിച്ചു നോക്കുക, ഇവിടെ ഈ ഹദീസിന്റെ ഭാഗത്തിൽ തന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. എന്താ പറയുന്നത്? നമ്മളുടെ ഏതൊരു പ്രവർത്തനവും റബ്ബിനെ കാണുന്നത് പോലെ കാണാൻ സാധിക്കുക. നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ 100 കൂട്ടം പ്രശ്നങ്ങൾ നമുക്കുണ്ടെങ്കിലും നമ്മൾ വന്നു നിൽക്കുന്നത് ആരുടെ മുൻപിലാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിലാണ്. നമുക്കറിയാം, നമ്മളുടെ ജീവിതത്തിലെ ഒരു വലിയൊരു സമയവും നമ്മൾ ഉറങ്ങിത്തീർക്കുകയാണ്. പിന്നെ എഴുന്നേറ്റിരിക്കുന്ന വലിയൊരു സമയത്തിലും നമ്മൾ എന്ത് ചെയ്യാണ്? ജോലിയിൽ വ്യാപൃതരാണ് നമ്മൾ. പിന്നെ അവശേഷിക്കുന്ന വളരെ കുറച്ച് ചുരുങ്ങിയ സമയത്താണ് നമ്മൾ അള്ളാന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ആ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ രൂപത്തിൽ എന്റെ റബ്ബെന്നെ കാണുന്നുണ്ട്, എന്റെ റബ്ബന്റെ മുൻപിലുണ്ട് എന്ന വിശ്വാസത്തോടുകൂടെ നമുക്ക് നിർവഹിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. അപ്പോ അത് കേവലം നിസ്കാരത്തിൽ മാത്രമല്ല, നമ്മളുടെ ഏത് കർമ്മത്തിലും ഈ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ
അത് വലിയൊരു അനുഗ്രഹമാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഈ ഒരു അനുഗ്രഹം നമ്മൾ ജീവിതത്തിലേക്ക് കൈവരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും വേണം. മുൻപ് നമ്മുടെ ജമാഅത്ത് കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. നമ്മൾ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ദീനുൽ ഇസ്ലാം പ്രധാനപ്പെട്ട 3 അടിസ്ഥാന വിഷയങ്ങളിൽപ്പെട്ട ഒന്നാണ് ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ മഅരിഫത്തുല്ലാഹ് വ മഅരിഫത്തു നബിയ്യിഹി വ മഅരിഫത്തു ദീനുൽ ഇസ്ലാം. ഈ 3 അടിസ്ഥാന വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു വിശ്വാസി പഠിച്ചിരിക്കുകയും അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയിരിക്കുകയും ചെയ്യുക എന്നുള്ളത് നിർബന്ധമായ പഠനത്തിന്റെ ഭാഗമാണ്. അത് ദീനിന്റെ ഏതെങ്കിലും തഫാസീലുകളിൽപ്പെട്ട വിശദമായി പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ വിശദമായി പഠിച്ച് ഒഴിവാക്കപ്പെടുന്ന അല്ലെങ്കിൽ പഠിച്ചില്ല എങ്കിലും ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു കാര്യത്തിൽപ്പെട്ടതല്ല, മറിച്ച് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് ഇനിയും നമ്മൾ പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തേണ്ടതുണ്ട്, മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ വിഷയങ്ങളെ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും.